സംസ്ഥാന ബി.ജെ.പിയിലെ ശൈലി മാറ്റവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. അധ്യക്ഷനെ കേന്ദ്രീകരിച്ചുള്ള സംവിധാനത്തിൽ മാറ്റം വരുത്തുമെന്ന് കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം നേതാക്കൾ പറഞ്ഞു. അപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ വന്നു കഴിഞ്ഞു. ആ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ ജില്ലാ ഭാരവാഹി ജില്ലാ കമ്മിറ്റികളുടെ പുനഃസംഘടന വനിതകൾക്കും യുവാക്കൾക്കും വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഏപ്രിൽ 15 മുൻപ് പൂർത്തിയാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി പാർട്ടി തുടങ്ങിയിട്ടുണ്ട്. അതേപ്പറ്റിയെല്ലാം പാർട്ടി കോർ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. അത് ഊർജിതമാക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളെ കാണുന്നതിനടക്കം നേതൃനിരയ്ക്ക് രൂപം നൽകാനാണ് തീരുമാനം. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷമുള്ള ബി.ജെ.പിയുടെ ആദ്യ കോർ കമ്മിറ്റി യോഗമാണ് ഇന്ന് ചേർന്നത്. വിവരങ്ങളുമായി എസ് ശ്രീകാന്താണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീകാന്ത്, ഗുഡ് ഈവനിങ്. അപ്പോൾ ബി.ജെ.പി പഴയ ബി.ജെ.പി അല്ല എന്ന് തെളിയിക്കാനുള്ള നിരവധി ശ്രമങ്ങളിൽ ആദ്യ പടികളൊക്കെ അതിന് തുടക്കമിട്ട് കഴിഞ്ഞു. ഒരു സംസ്ഥാന അധ്യക്ഷന് ചുറ്റും കേന്ദ്രീകരിച്ചുള്ള നടപടികൾ അതിനി ഉണ്ടാവില്ല. ഒപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അതും ഇതും വിളിച്ചു പറയാതെ അത് കൃത്യമായ രീതിയിൽ ട്രെയിൻഡ് എന്താണ് പറയേണ്ടത് എന്ന് തീരുമാനിച്ച ശേഷം ഉള്ള ഒരു ശൈലി മാറ്റം വരുന്നു. ഇതൊക്കെയാണോ നാം മനസ്സിലാക്കേണ്ടത്? മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മുഖം മിനുക്കലിൽ ബി.ജെ.പി ചെയ്യാൻ പോകുന്നത്? ബി.ജെ.പി ഒരു അധ്യക്ഷ കേന്ദ്രീകൃത പാർട്ടിയാണ്. അധ്യക്ഷനാണ് അവിടുത്തെ അവസാന വാക്ക്. അധ്യക്ഷനാണ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുകയും നയപരമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പരിപൂർണമായി അധ്യക്ഷന്റെ കൈപ്പിടിയിലായിരിക്കും പാർട്ടി. പക്ഷേ വലിയ തിരുത്തൽ അതിൽ വരാൻ പോകുന്നു. ഒരു ശൈലി മാറ്റത്തിന്, അടിമുടി ഉടച്ചു വാർക്കലിന് ബി.ജെ.പി ഒരുങ്ങുന്നു എന്നാണ് ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം വ്യക്തമാകുന്നത്. അധ്യക്ഷ കേന്ദ്രീകൃത സംവിധാനം പൂർണ്ണമായും മാറും. ചുമതലകൾ മുതിർന്ന നേതാക്കൾക്ക് വിഭജിച്ച് നൽകും. പാർട്ടി നയങ്ങൾ വിശദീകരിക്കൽ ചുമതല അധ്യക്ഷൻ മാത്രം ഏറ്റെടുക്കില്ല എന്നാണ് ഇപ്പോൾ തീരുമാനം. മാധ്യമങ്ങളെ കാണുന്നതിനായി അടക്കം നേതൃനിരയ്ക്ക് രൂപം നൽകാനാണ് തീരുമാനം. ജില്ലകളുടെ മേൽനോട്ട ചുമതല മുതിർന്ന നേതാക്കൾക്ക് വിഭജിച്ച് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി ചുമതലയിലുള്ളവർക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് സംവിധാനം കൊണ്ടുവരാനും ആലോചനയുണ്ട് എന്ന് പറയുന്നു. അതായത് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ട് വാങ്ങേണ്ട ആ സാഹചര്യം എല്ലാവർക്കും വന്നിട്ടുണ്ടാകും. സമാനമായ രീതിയിൽ ഈ നേതാക്കൾക്ക് അവരെടുക്കുന്ന പണിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കൂടി ഇനി മുതൽ അസസ്മെൻ്റ് ഉണ്ടാകും. അക്കാര്യത്തിൽ സമ്പൂർണ്ണമായി ഈ പാർട്ടി മാറാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു പക്കാ പ്രൊഫഷണൽ സംവിധാനത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയെ മാറ്റാൻ ഒരുങ്ങുന്നു. ശ്രീകാന്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് മാറി സംഘടനയ്ക്ക് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. അത് ചില നേതാക്കളെയൊക്കെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക, ആ രീതിയിലൊക്കെ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. CPIM ആദ്യമേ അവരുടെ പാർട്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ അടിമുടി എന്താ പറയുന്നത് വാർത്ത് മാറ്റാൻ ഒരുങ്ങുകയാണ് വിവിധ പാർട്ടികൾ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും നമ്മുടെ അവസ്ഥയൊന്നും ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പം നല്ല ഭരണം വരും. അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.